പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി തകർപ്പൻ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഹിന്ദിയിൽ സേ എന്ന വിഭക്തിയുടെ പ്രയോഗം, അതിൻ്റെ ഉപയോഗം ഒരുപാട് പേർക്ക് കീറാമുട്ടിയാണ്. എത്ര പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്നാൽ ഇനി മുതൽ ആ പ്രയാസം ഇല്ല. ഇന്നത്തോടുകൂടി ആ പ്രശ്നമെല്ലാം തീരാൻ പോവുകയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മൾ സേ എന്ന വാക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് വളരെ ഈസി ആയിട്ട്, വളരെ പെട്ടെന്ന്, വളരെ സരളമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സേ എന്ന വാക്ക് 2 തരങ്ങളിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് നമുക്കറിയാലോ, ഹിന്ദിയിൽ ഗ്രാമറിൽ കാരക്ക് എന്ന ഒരു ഭാഗമുണ്ട്. കാരക്കിൻ്റെ ചിഹ്നങ്ങൾ, വിഭക്തി ചിഹ്നങ്ങൾ 8 എണ്ണമാണ്. നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് അതിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന സേ എന്ന കാരകിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാം. കാരകിൻ്റെ സേ എന്ന വിഭക്തി ചിഹ്നം ചിലപ്പോൾ അപാദാൻ കാരകായിട്ടും ചിലപ്പോൾ വേഷം മാറി വരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. ആ പ്രശ്നം ഇനി നിങ്ങൾക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. അതിന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മലയാളം പറയുമ്പോൾ അതിനകത്ത് കർണാടക വരും. അതുപോലെയുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപാദാൻ കാരകിൻ്റെ വിഭക്തി ചിഹ്നമാണ് സേ. സിനിമയിലൊക്കെ പോലെ ഒരു പ്രധാന ഹീറോ 2 റോളിൽ അഭിനയിക്കുന്നുണ്ട്. അതേപോലെയാണ് സേയുടെ അഭിനയം. സേ 2 റോളിൽ അഭിനയിക്കുന്നുണ്ട്. ഒന്ന് അപാദാൻ കാരകായിട്ട് അപാദാൻ ക്യാരക്ടറായിട്ട് ഒന്ന് വരും. അപ്പോൾ 2 ക്യാരക്ടറിൽ സേ വരുന്നുണ്ട്. അത് നമുക്ക് മാറി മാറി ഒന്ന് പരിശോധിക്കാം. മുകുന്ദൻ എല്ലാവരേക്കാളും വലുതാണ്. മുകുന്ദൻ തൻ്റെ എല്ലാ കൂട്ടുകാരേക്കാളും വലുതാണ്. അത് നമുക്കെന്ത് ഹിന്ദിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം. മുകുന്ദൻ സബ്സെ ബഡാ ഹൈ. മുകുന്ദൻ ഉസ്കാ സബ് ദോസ്തോൻ സെ ബഡാ ഹൈ. ഇവിടെ സേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകുന്ദൻ ഉസ്കാ ദോസ്തോൻ സെ ബഡാ ഹെ, അല്ലെങ്കിൽ മുകുന്ദൻ സബ്സെ ബഡാ ഹെ. മുകുന്ദൻ എല്ലാവരേക്കാട്ടിലും വലിയതാണ്. ആ ചിത്രത്തിൽ നോക്കും, നമുക്ക് കാണാം മുകുന്ദൻ കുറച്ച് അധികം വലിപ്പം കൂടുതലാണ്, അല്ലേ? ഇവിടെ സേയുടെ ഉപയോഗം എന്നൊക്കെ എന്താ? കാൾ എന്നുള്ളതിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകുന്ദൻ സബ്സെ ബഡാ ഹെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുകുന്ദൻ മറ്റുള്ളവരെക്കാൾ വലുതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാളാണ് അവിടെ സേയ്ക്ക് ഉപയോഗിച്ചിരുന്നത്, അല്ലേ? പ്രധാനമന്ത്രി ജി കൽ ആദിവാസിയോं से बोलेंगे. प्रधानमंत्री जी कल आदिवासियों से बोलेंगे. പ്രധാനമന്ത്രി നാളെ ആദിവാസികളോട് സംസാരിക്കും. പ്രധാനമന്ത്രി നാളെ ആദിവാസികളോട് സംസാരിക്കും. ഇവിടെ ലോഡ്, ആദിവാസി കളോട്, ലോഡ് എന്ന വാക്കിലാണ് അർത്ഥം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ സേക്ക് ഇവിടെ വന്ന് ലോഡ്. ആദ്യം നമ്മൾ പറഞ്ഞു കാൾ, അല്ലേ? സേക്ക് കാൾ എന്നർത്ഥം വന്നു. ഇപ്പോൾ ഇവിടെ ഓട്, ആദിവാസികളോട് ലോഡ് എന്ന അർത്ഥമാണ് വന്നിരിക്കുന്നത്. ബാപ്പുട്ടിക്കോ ആജ് സേ ലേക്കർ छुट्टी है. बापूटी जी को आज से लेकर छुट्टी है. बापूटी जी को आज से लेकर छुट्टी है. ഇവിടെ സേയുടെ ഉപയോഗം നമുക്ക് കാണാം. ആജ് സേ, ഇന്ന് മുതൽ. അപ്പോൾ അവിടെ മുതൽ എന്നാണ് അതിൻ്റെ ഉപയോഗം വന്നിരിക്കുന്നത്. ആജ് സേ. അപ്പോൾ സേക്ക് ഇവിടെ എന്താർത്ഥം വന്നത്? മുതൽ, ഇന്ന് മുതൽ. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, സേ എന്ന് പറഞ്ഞാൽ മുതൽ. ആജ് സേ, ഇന്ന് മുതൽ. ചുട്ടി ഹേ, ലീവാണ്, ചുട്ടി അവധിയാണ്. രാജു സ്കൂൾ സേ ആ രഹാ ഹേ. രാജു സ്കൂൾ സേ ആ രഹാ ഹേ. കൂട്ടുകാരൻ കണ്ടു, അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കൾ കണ്ടു. റോഡിൽ നിന്ന് രാജു വന്നുകൊണ്ടിരിക്കുകയാണ്, ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ പറയാണ് രാജു സ്കൂൾ സേ ആ രഹാ ഹേ. രാജു സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് അതിൻ്റെ അർത്ഥം വന്നത്? സ്കൂൾ സേ, ഇൽ നിന്ന്. സേക്ക് എവിടെ അർത്ഥം വന്നത് എന്താ? ഇൽ നിന്ന്. സ്കൂൾ സേ, സ്കൂളിൽ നിന്ന്. ഇവിടെ സേക്ക് അർത്ഥം വന്നിരിക്കുന്നത് എന്താണ്? ഇൽ നിന്ന്. ഇത് നമുക്ക് വേറെ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ വീഡിയോ ഒരുപാട് വലുതാവുന്നതുകൊണ്ട് ഒത്തിരി പറയില്ല. पेड़ से पत्ता गिरा, पेड़ से आम गिरा, पेड़ से आम गिरा. മാവിൽ നിന്ന് മാങ്ങ വീണു.
पेड़ से आम गिरा മാവിൽ നിന്നുള്ളത് ആം കാ പേട് എന്ന് പറയാം ആം കാ പേട് സെ ആം ഗിരാ മാവിൽ നിന്ന് മാങ്ങ വീണു അപ്പോൾ അപാദാൻകാരകായിട്ടുള്ള സെ എന്ന വിഭക്തിക്ക് കരൺകാരക് ആയിട്ടാണ് സംബന്ധമുള്ളത് ജോയിൻ്റ് വെഞ്ചറുള്ളത് ആരായിട്ട് കരൺകാരകമായിട്ടാണ് കരൺകാരക് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് തന്നെ പോലെ തന്നെ ഇരിക്കുന്ന സേ എന്ന വിഭക്തിയാണ് ഒരു മാറ്റവും ഒരമ്മ ഇരട്ടപ്പറ്റ രണ്ട് മക്കൾ ഒരാൾക്ക് അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര സാമ്യം ഒറിജിനൽ സേ തന്നെയാണ് അപാദാൻകാരക് അതേ സേ തന്നെയാണ് കരൺകാരക് നമ്മൾ വിഷമിച്ചു പോലെ പെറ്റമ്മയ്ക്ക് പോലും ഇരട്ടക്കുട്ടികളിൽ ഓരോരുത്തർ തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ അത് നമുക്കെന്നാൽ ഈസി ആയിട്ട് ഇപ്പോൾ തിരിച്ചറിയാൻ പോവാണ് നമ്മൾ കേട്ടോ അപാദാൻകാരകിൽ വേർപാടിൻ്റെ റോളിലാണ് സേ അഭിനയിച്ചിരുന്നത് അതായത് അപാദാൻകാരക് എന്ന് പറയുന്ന അപാദാൻകാരക് എന്ന വ്യാകരണ നിയമത്തിലെ സേ എന്ന പ്രത്യയം വേർപാടിൻ്റെ വിട്ടുപിരിയലിൻ്റെ അകൽച്ചയുടെ റോളാണ് അഭിനയിച്ചിരുന്നത് എന്നാൽ കരൺകാരകിൽ വേറെ ചിലതാണ് എന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതാണ് ജോയിൻറ്റ് വെഞ്ചർ ഇതാണ് ഒരു കൂട്ടുകൃഷി ഈ രണ്ട് പേരും കൂടെ ഒരു കൂട്ടുകൃഷി നടത്തിയാൽ ഇവരുടെ ഇടപാടുകാരൊക്കെ ആകെ വലഞ്ഞു പോകും ആരോടാണ് പൈസ വാങ്ങിയത് ആർക്കാണ് പൈസ കൊടുത്തത് ഒരു നിശ്ചയം ഉണ്ടാവില്ല എൻ്റെ ഒരു അനുഭവം പറയാം ഒരു ദിവസം ഞാൻ നിലമ്പൂർ ചന്തക്കുന്ന് ടൗണിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു പഴയ സ്നേഹിതൻ എന്നോട് വന്നിട്ട് പറഞ്ഞു അച്ചായ കുടുങ്ങി എന്നെ ഒന്ന് സഹായിക്കണം അപ്പോൾ എന്താണ് ഞാൻ നോക്കുമ്പോൾ അയാൾ ലോറി ഡ്രൈവറാണ് എനിക്ക് അതിൽ അയാൾ വലിയ പരിചയമൊന്നുമില്ല പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ കാര്യം വണ്ടി കേടൊന്ന് റോട്ടിൽ കിടക്കുകയാണ് ഒരു സ്പെയർ വാങ്ങണേൽ ഏകദേശം പൈസ വേണം ഞാൻ ചോദിച്ചു ഞാൻ വലിയ പൈസക്കാരനൊന്നും അല്ലല്ലോ അയാൾ പറഞ്ഞു 100 രൂപ മതി ശരി ഞാൻ എൻ്റെ കയ്യിൽ വേറെ ആവശ്യത്തിന് കൊണ്ടുപോയ പൈസയാണ് അയാൾ കുടുങ്ങിയതാണല്ലോ എന്ന് പറഞ്ഞ് 100 രൂപയാണ് കൊടുത്തു 100 രൂപ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞ് പിറ്റേന്ന് തരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ തൊട്ടടുത്ത നാട്ടുകാരനൊന്നുമല്ല എങ്കിലും ഒരു എൻ്റെ അവരുടെ വീടുമായിട്ടൊരു 7 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് അതിൽ ഇയാളെ പിന്നെ ഞാൻ കാണുന്നില്ല കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഇയാളെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു സുഹൃത്തെ നീ കുടുങ്ങിയപ്പോൾ ഞാൻ സഹായിച്ചതല്ലേ ആ പൈസ എത്ര നാളായി തന്നൂടെ ഞാനും ഒരുപാട് നീക്കിയിരിപ്പുള്ള ആളൊന്നുമല്ലല്ലോ ഞാനും ഇതുപോലെ ഞാനും നിന്നെപ്പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളല്ലേ അപ്പോൾ അവൻ പറഞ്ഞു അത് ഞാനല്ല മേടിച്ചത് അതെൻ്റെ ഞങ്ങൾ ഇരട്ടകളാണെന്ന് പറഞ്ഞു ഓ അത് ശരി പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാണ് ഞാൻ ആ പെട്ടെന്നുണ്ടായ തിരിച്ചറിവിൽ ഞാൻ അങ്ങ് വിട്ടു ശരി എന്നാൽ ഇനിയിപ്പോൾ മറ്റവനെ കാണുമ്പോൾ ചോദിക്കാം എങ്ങനെ തിരിച്ചറിയുമെന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല അവസാനം ഞാൻ എവിടെ വെച്ച് ചോദിച്ചാലും ഇവൻ പറയുന്ന വാക്ക് ഇതാണ് ഞാൻ കാണുമ്പോഴൊക്കെ ചോദിക്കും കാരണം എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാട്ടോ എനിക്ക് മിച്ചം ഉണ്ടായിട്ടല്ല അന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അതുകൊണ്ട് ഇയാളെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും അപ്പോൾ അവൻ പറയും ഞാനല്ല അത് എൻ്റെ തുണയാണ് എൻ്റെ സഹോദരനാണ് കുടുങ്ങിപ്പോയില്ലേ ആ പൈസ ഇന്നും കിട്ടിയിട്ടില്ല എനിക്ക് എത്രയോ വർഷങ്ങൾ കടന്നുപോയി ഇന്നും കിട്ടിയിട്ടില്ല ആപത്തിലൊരാളെ സഹായിച്ചതാണ് ഇനി എനിക്കത് വേണ്ട പക്ഷേ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടില്ല എനിക്ക് വിഷമം ഇന്ന് എൻ്റെ അടുത്ത് ഒരു 100 രൂപ വാങ്ങിക്കൊണ്ട് പോയിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് വിഷമമല്ല പക്ഷേ അന്ന് എനിക്ക് കിട്ടാത്ത അന്ന് അത് വർഷങ്ങളോളം ഒരുപാട് എന്നെ വേദനിപ്പിച്ച് മാത്രമല്ല എന്നെ കബളിപ്പിച്ചു എന്നുള്ളൊരു വിഷമം അത് വേറെ ഉണ്ടായി ഇവിടെ കരൺകാരകും അപാദാൻകാരകും ഈ റോള് മാറി മാറി ചെയ്യാണ് അതുകൊണ്ട് ഇവരെ സഹായിക്കുന്നവർ ഇവരുടെ അടുത്ത് ചെല്ലുന്നവർക്കൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും പക്ഷേ ഇനി മുതൽ നമുക്ക് ഒരു ഓപ്പറേഷനിലൂടെ ആ വേദനയൊക്കെ ഉണ്ടാക്കുന്ന ഭാഗം നമ്മൾ നിസാരമായിട്ട് പുഷ്പം പോലെ എടുത്ത് കളയാണ് ഏത് വെറുതെ ഒരു ഓപ്പറേഷൻ ചെയ്ത് കളയുന്ന പോലെ നമ്മൾ ഈസി ആയിട്ട് എടുത്ത് കളയാണ് ഇനി ഒരിക്കലും നിങ്ങളെ അത് വിഷമിപ്പിക്കില്ല കേട്ടോ ആൾ ഓട് കൊണ്ട് ഉടനെ ഇതാണ് കരൺകാരകിൽ സൈഡ് റോള് ആൽ കൊണ്ട് ഓട് ഉടനെ ഇതെങ്ങനെയാണെന്ന് നമുക്കത് പഠിക്കാം കേട്ടോ ഈ വാക്കുകൾ മറ്റു വാക്കിൻ്റെ മുന്നിൽ ചേർക്കുന്ന വാക്ക് നമുക്ക് ചേർത്ത് അത് ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിക്കാം മേ കൽ ഹവായി ജഹാജ് സെ ആയ മേ കൽ ഹവായി ജഹാജ് സെ ആയ കൽ ഹവായി ജഹാജ് സെ ആയ ഞാനോ ആരെങ്കിലും ആട്ടെ എന്താ ഹവായ് ജഹാജ് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റാണ് ഹവായ് ജഹാജ് വിമാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഹവായ് ജഹാജ് അപ്പോൾ എന്താണ് അവിടെ എന്നർത്ഥം അല്ലെങ്കിൽ മുഖാന്തരം എന്ന അർത്ഥമാണ് വന്നിരിക്കുന്നത് മേക്കൽ ഹവായ് ജഹാജ് സെ ആയ ഞാൻ ഇന്നലെ വിമാനത്തിലാണ് വന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വിമാനത്തിലാണ് വന്നത്
അപ്പോൾ അവിടെ എന്താ കിട്ടിയത്? ന് എന്ന് കിട്ടി, അല്ലെങ്കിൽ ന് എന്ന് കിട്ടി, അതല്ലെങ്കിൽ മുഖാന്തരം എന്ന അർത്ഥം വന്നു അല്ലേ. അടുത്തതാണ് ഉല്ലാസ് ലോഗോം സെ ബോൽത്തെ ഹേ. ഉല്ലാസ് ലോഗോം സെ ബോൽത്തെ ഹേ. ഉല്ലാസ് ആളുകളോട് സംസാരിക്കണം. ഇവിടെ കളോട് എന്നുള്ള അർത്ഥമാണ് വന്നത്. എന്താണ്? കളോട്. അവിടെ എന്താണ്? ലോഡ്. ലോഡ്. സേക്ക് എന്താ വന്ന അർത്ഥം വന്നു? ലോഡ്. ഇത് കരൺകാരകാണ്. ലോഡ്. ഉല്ലാസ് ലോഗോം സെ ബോൽത്തെ ഹേ. ഉല്ലാസ ആളുകളോട് സംസാരിക്കുകയാണ്. ആളുകളോട്. ലോഡ്. ലോഡ്. അപ്പോൾ സേക്ക് ഇവിടെ എന്താ അർത്ഥം വന്നു? ലോഡ്. ബിജു लाती से सांप को मारा. बिजू लाती से सांप को मारा. लाती से लाती കൊണ്ട്. लाती से लाती കൊണ്ട്. ഇവിടെ സേക്ക് എന്താ അർത്ഥം വന്നേ? കൊണ്ട്. സേക്ക് എന്താ അർത്ഥം വന്നേ? കൊണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പല പ്രാവശ്യം കേൾക്കണം. ഒന്ന് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. ഇത് എന്നിട്ട് ഈ വാക്ക് വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ വായിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കണം. സേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് ഇത്ര എഴുതി വെച്ചാൽ മതി. സേ എന്ന് പറഞ്ഞാൽ കൊണ്ടെന്ന് അർത്ഥമുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഓടുന്ന അർത്ഥമുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ആലിന് അർത്ഥമുണ്ട്. സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്നെന്ന് അർത്ഥമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ മാറി മാറി ഇത് എഴുതി വെക്കണം. ഓരോ പ്രാവശ്യം ഇതിനകത്ത് ഞാൻ എങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നു അതുപോലെ ആ സേയുടെ ഓരോ പ്രയോഗങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ബിജു വടികൊണ്ട് പാമ്പിനെ കൊന്നു. സാപ്പ് എന്ന് പറഞ്ഞാൽ പാമ്പാണ്, സർപ്പം. അപ്പോൾ ലക്കിഡീസേ എന്ന് വേണമെങ്കിൽ പറയാം. ലക്കിടി എന്ന് പറഞ്ഞാൽ മരം എന്ന് അർത്ഥമുണ്ട്, വടി എന്ന് അർത്ഥമുണ്ട്. പിന്നെ ചടി എന്ന് പറഞ്ഞാൽ വടിയാണ്, ചടീസേ എന്ന് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലാത്തീസേ. ചിലർ ലാട്ടി എന്ന് പറയും. ലാത്തീസേ സാപ്കോ മാറ. അവന് വടി കൊണ്ടാണ് പാമ്പിനെ കൊന്നത്. അപ്പോൾ വടി കൊണ്ട്. ലാത്തീസേ. ലാത്തീസേ. അബാദാൻ കാരകിൽ സേയുടെ പ്രയോഗം എന്താണ്? ഇൽ നിന്ന്, അല്ലെങ്കിൽ കാൾ, അല്ലെങ്കിൽ മുതൽ. സുബൂസെ ശാം തക്ക്. സുബൂസെ ശാം തക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ. ബോർസെ സാഞ്ച് തക്ക്. ബോർസെ സാഞ്ച് തക്ക്, രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ. അതാണ് അപാദാൻ കാരക. അപ്പോൾ കാരക ഏതായാലും ഈ സേ എന്ന വാക്കിൻ്റെ എല്ലാ അർത്ഥങ്ങളും നമ്മൾ പഠിച്ചാൽ കാരക മാറിപ്പോയാലും നമ്മുടെ സംഭാഷണങ്ങൾ ഒരിക്കലും മാറിപ്പോകത്തില്ല, അർത്ഥം ഒരിക്കലും മാറിപ്പോകത്തില്ല. ഓക്കെ. രാജു കോ മിൽനാഹെ. രാജു കോ മിൽനാഹെ. രാജുവിനെ കാണണം. രാജു കോ മിൽനാഹെ. രാജുവിനെ കാണണം. ഈ രാജുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ പേരങ്ങ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അച്ഛനെ, അമ്മേനെ, പെങ്ങളെ, ചേച്ചീനെ, ചേട്ടനെ, സാറിനെ, അധ്യാപകനെ, ഗുരുവിനെ, കൂട്ടുകാരനെ, അതൊക്കെ മാറ്റി പറഞ്ഞിട്ട് മിൽനാഹെ, കോ മിൽനാഹെ. അതിൻ്റെ കൂടെ കോ മിൽനാഹെ എന്ന് പറഞ്ഞാൽ അവരെ കാണണം എന്നാണ് അർത്ഥം. മിൽനാഹെ കാണണം. राजू को मिलना है, भाई को मिलना है, दादाजी को मिलना है, दादी माँ को मिलना है, पिताजी को मिलना है, बीवी को मिलना है. അങ്ങനെ നമുക്ക് ദോസ്ത് കോ മിൽനാ ഹെ, ആർക്ക് വേണമെങ്കിലും എന്താണ് കോ മിൽനാ ഹെ എന്ന് വെച്ച് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യില്ലേ നിങ്ങൾ? വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടംപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടെ. കൊടുക്കൂലേ? തീർച്ചയായിട്ടും. നല്ല വാട്സാപ്പ് ക്ലാസ് വേണമെങ്കിൽ, അടിപൊളി വാട്സാപ്പ് ക്ലാസ് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കേട്ടോ. കാരക് മൊത്തം 8 എണ്ണം. അതിൽ മൂന്നാമത്തേത് സേ ആണ്, അഞ്ചാമത്തേത് സേ ആണ്. മൂന്നാമത്തെ ചിഹ്നം അറിയപ്പെടുന്നത് കരൺ കാരകായിട്ടാണ്. എന്താണ്? മൂന്നാമത്തെ ചിഹ്നം അതായത് സേ അറിയപ്പെടുന്നത് കരൺ കാരകായിട്ടാണ്. അഞ്ചാമത്തെ ചിഹ്നം അറിയപ്പെടുന്നത് അപാദാൻ കാരകായിട്ടാണ്. കരൺ കാരകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാരണം കാണിക്കുന്നതാണ്. അത് എന്ത് കാരണമാണെന്ന് കാണിക്കുന്നതാണ്. എന്നാൽ അപാദാൻ കാരകം എന്ന് പറഞ്ഞാൽ വേർപാടിൻ്റേതാണ്. അപ്പോൾ വിഭക്തി ചിഹ്നം ഡബിൾ റോളാണ്. സേ എന്ന് പറയുന്നത് ഡബിൾ റോളാണ്. ഒരു റോള് അപാദാൻ കാരകം എന്ന് പറയും, വേറൊരു റോള്, മറ്റൊരു റോള് കരൺ കാരകം എന്ന് പറയും. കരൺ കാരകിലാണ് വരിക. കരൺ കാരകിൽ എന്തൊക്കെയാണ്? ആൽ, ഓട്, ഉടെ, കൊണ്ട്. ആൽ, ഓട്, കൊണ്ട്, ഉടെ. ഇത് കരൺ കാരകിലാണ്. ഈ ചിഹ്നങ്ങളൊക്കെ നമുക്ക് കരൺ കാരക്, അതായത് കരൺ കാരകിൻ്റെ വിഭക്തി ചിഹ്നമായ സേയുടെ കൂടെയാണ് ആൽ, ഉടെ, കൊണ്ട്, ഓട് എന്ന് അർത്ഥം വരുന്ന തരത്തിൽ ഉപയോഗിക്കുന്നത്. ആൽ, ഓട്, കൊണ്ട്, ഉടെ. സേ എന്ന വിഭക്തി ചിഹ്നം തന്നെയാണ് അതിന് അപാദാൻ കാരകിൽ
അത് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഒന്നും കൂടി നോക്കാം. ഇൽ നിന്ന് മരത്തിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, പുഴയിൽ നിന്ന്, ആകാശത്ത് നിന്ന് എന്നൊക്കെ പറയാൻ ഇൽ നിന്നെന്ന് പറയാൻ നമ്മൾ അപാദാൻകാരകാണ് ഉപയോഗിക്കുക. സേ. മുതൽ, അത് മുതൽ, ഇത് മുതൽ എന്ന് പറയാൻ, മുതൽ സ്വത്തല്ല, അത് മുതൽ ഇത് മുതൽ, ആ ദിവസം മുതൽ ഈ ദിവസം മുതൽ എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മുതൽ. അവനേക്കാൾ, ഇവനേക്കാൾ, അവയേക്കാൾ, ഇവയേക്കാൾ എന്നൊക്കെ പറയുന്ന കാൾ എന്നതിന് ഉപയോഗിക്കുന്നതാണ് അപാദാൻകാരകിൽ സേ. സേയുടെ ഉപയോഗമാണ് ഇതെല്ലാം. ഇൽ നിന്ന് അല്ലെങ്കിൽ മുതൽ, അതും അല്ലെങ്കിൽ കാൾ അല്ല, ഇൽ നിന്ന്, അതുകൂടാതെ മുതൽ, പിന്നെ കാൾ എന്നിങ്ങനെ അർത്ഥം വരുന്ന അത് അപാദാൻകാരകിലാണ്. സേര് 2 റോളാണ്, 2 ക്യാരക്ടറാണ്. ഒന്ന് അപാദാൻകാരക്, ഒന്ന് കരൺകാരക്. അത് രണ്ടും നമ്മൾ അങ്ങോട്ടും മാറിപ്പോകണ്ട. അത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടാൻ നമ്മളത് ഓർത്തിരിക്കണം. നമുക്ക് സംസാരിക്കാനാണെങ്കിൽ ഇതിൻ്റെ പ്രയോഗം മാത്രം പഠിച്ചിരുന്നാൽ മതി. ഓക്കെ. ഇനി ഇവ തമ്മിലുള്ള എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ, യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള സംശയങ്ങൾ നമ്മൾ നിവാരണം തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ. ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം. 100% കോൺഫിഡൻസ്, 100% ഗ്യാരണ്ടി. ഇപ്പോൾ 3 മാസത്തെ ഒരു പാക്കേജ് ഉണ്ട്. ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും. 3-1 ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ്. ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും. അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ. പാകിസ്ഥാനികളോടോ, ബർമ്മക്കാരോടോ, ബംഗ്ലാദേശുകാരോടോ, നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം. അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കാച്ച് ചെയ്യാം. ഓഫർ തീരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക.